റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. തിരഞ്ഞെടുപ്പിന്റെ വാർത്താ സമ്മേളനം, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നിശ്ചയിച്ചിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം 4 മണിക്കുണ്ടാവും എന്നുള്ള വിവരം ആദ്യം പ്രേക്ഷകരെ അറിയിക്കുന്നു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് PR സുനിൽ. ഇപ്പോൾ 4 മണിക്ക് വാർത്താ സമ്മേളനം പ്രഖ്യാപിച്ചിരിക്കുന്നു. 4 മണിക്കാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാവുക എന്നുള്ള വിവരം വരുന്നു. 15-ാം തീയതിക്ക് ശേഷം, ഏപ്രിൽ 15-ാം തീയതിക്ക് ശേഷമുള്ള ദിവസം പ്രഖ്യാപനമുണ്ടാകും. റിപ്പോർട്ടാണ് ഈ വാർത്ത ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ന് 4 മണിക്ക് വാർത്താ സമ്മേളനം ഉണ്ടാവും. തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കും. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, ആസാം തുടങ്ങിയ 5 സംസ്ഥാനങ്ങളിലേക്കുള്ള സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും 4 മണിക്ക്. അതോടുകൂടി തിരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. PR സുനിലുണ്ട്. PR സുനിൽ, ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. അപ്പോൾ 4 മണിക്ക് വാർത്താ സമ്മേളനം നിശ്ചയിച്ചു അല്ലേ? അരുൺ, വൈകിട്ട് 4 മണിക്കാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ വാർത്താ സമ്മേളനം നടക്കാൻ പോകുന്നത്. ദില്ലിയിലെ വിഗ്യാൻ ഭവനിലായിരിക്കും വാർത്താ സമ്മേളനം നടക്കുക. 4 മണിക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അങ്ങനെ അതിന്റെ സമയം നിശ്ചയിച്ചിരിക്കുന്നു. വൈകിട്ട് 4 മണിക്കാണ് വാർത്താ സമ്മേളനം എന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ തന്നെയാണ് 3:30, 3 മണിക്ക് ഒക്കെ തന്നെയാണ് ഇതിനു മുൻപുള്ള കാലങ്ങളിലുമൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനുള്ള വാർത്താ സമ്മേളനം നടത്തിയിരുന്നത്. ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ വൈകിട്ട് 4 മണിക്കാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ദില്ലിയിൽ വാർത്താ സമ്മേളനം നടത്താൻ പോകുന്നത്. വാർത്താ സമ്മേളനത്തിൽ കേരളമടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഇനി അറിയേണ്ടത് എന്നായിരിക്കും കേരളത്തിൽ വോട്ടെടുപ്പ് എന്നതാണ്. ലഭിക്കുന്ന സൂചനയനുസരിച്ച് ഏപ്രിൽ 15-ന് ശേഷമായിരിക്കും വോട്ടെടുപ്പ് നടക്കുക എന്നാണ് ലഭിക്കുന്ന സൂചന. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വോട്ടെടുപ്പ് ഒരേ ദിവസമായിരിക്കും, ഒറ്റഘട്ടമായിട്ടായിരിക്കും വോട്ടെടുപ്പ് എന്നുള്ള സൂചന കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നുണ്ട്. 2021 നടന്ന അതേ മാതൃകയിൽ തന്നെയായിരിക്കും ഇത്തവണത്തെയും ഷെഡ്യൂൾ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട്. മെയ് 10-നകം തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന തരത്തിലാണ് ഇത്തവണ ഷെഡ്യൂൾ തയ്യാറാക്കിയിരിക്കുന്നത്. പശ്ചിമ ബംഗാളിന്റെ നിയമസഭാ കാലാവധി തീരുന്നത് മെയ് 7-ാം തീയതിയാണ്. തമിഴ്നാട്ടിന്റേത് 10-ാം തീയതി അവസാനിക്കും. അസമിന്റേത് 20-ാം തീയതി അവസാനിക്കും. കേരളത്തിന്റേത് 23-ാം തീയതി, മെയ് 23-നാണ് കാലാവധി സർക്കാരിന്റെ അവസാനിക്കുന്നത്. അപ്പോൾ അതിന് മുൻപ് ഈ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന തരത്തിൽ ഇപ്പോൾ ഷെഡ്യൂൾ തയ്യാറാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വൈകിട്ട് 4 മണിക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വാർത്താ സമ്മേളനം ദില്ലിയിൽ നടക്കുകയാണ്. 4 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഫെബ്രുവരി 26-നായിരുന്നു. കേരളത്തിലെ വോട്ടെടുപ്പ്, കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വോട്ടെടുപ്പ് ഏപ്രിൽ 6-നായിരുന്നു. ഇത്തവണ നടപടിക്രമങ്ങൾ കുറച്ച് വൈകിപ്പോയി. കാരണം SIRന്റെ നടപടികളായിരുന്നു പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിരുന്നത്. പശ്ചിമ ബംഗാളിൽ SIRന്റെ അന്തിമ പട്ടിക പ്രഖ്യാപിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുടെയൊക്കെ തന്നെ പൂർത്തിയായി. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളുടേത്, പശ്ചിമ ബംഗാളിന്റേത് അവസാന ഘട്ടത്തിലാണ്. അടുത്ത ദിവസങ്ങളിൽ തന്നെ പശ്ചിമ ബംഗാളിലെ അന്തിമ SIR പ്രഖ്യാപിക്കും, പ്രസിദ്ധീകരിക്കും. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും അതിന് തടസ്സമില്ല എന്നാണ് കമ്മീഷൻ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ആ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്ന് നടത്താനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. വാർത്താ സമ്മേളനം വൈകിട്ട് 4 മണിക്കാണ്. 4 മണിക്ക് വാർത്താ സമ്മേളനം ഉണ്ടാവും. ഏപ്രിൽ ഒറ്റഘട്ടമായിട്ട് നടക്കുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ വിഷുവിന് ശേഷമായിരിക്കും ഉണ്ടാവുക. തൃശൂർ പൂരം, വിഷു ഇതൊക്കെ പരിഗണിക്കണമെന്നുള്ളത് നേരത്തെ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞിരുന്നതുമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ 15-ാം തീയതിക്ക് ശേഷമുള്ളൊരു ദിവസമായിരിക്കും ഒറ്റഘട്ടമായി കേരളത്തിലും തമിഴ്നാട്ടിലും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് നടക്കുക. ബാക്കിയുള്ള ഇടങ്ങളിൽ ഒന്നിലേറെ ഘട്ടങ്ങൾ ഉണ്ടാകും, പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിലും ആസാമിലും എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നോട്ടിഫിക്കേഷൻ വരുന്നതോടുകൂടി പെരുമാറ്റച്ചട്ടം ഉണ്ടാവില്ലേ? പെരുമാറ്റച്ചട്ടം നിലവിൽ വരില്ലേ? ഇനി മറ്റു പ്രഖ്യാപനങ്ങൾക്കൊന്നും സാധ്യതയില്ലല്ലോ അല്ലേ PR സുനിൽ? അരുൺ, വൈകിട്ട് 4 മണിക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആ നിമിഷം മുതൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. അതിനുശേഷം പിന്നീട് ഉള്ള പ്രഖ്യാപനങ്ങളൊന്നും തന്നെ നടത്താൻ സാധിക്കുകയില്ല. 4 മണി വരെ മാത്രമാണ് സമയമുള്ളത്. ഏതായാലും 4 മണിക്ക് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്ന രീതിയിൽ തന്നെയാണ് നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിലും നിലവിൽ വരികയാണ്. കേന്ദ്രഭരണ പ്രദേശം ഉൾപ്പെടെ, പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലാണ് നിയമസഭാ
തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 5 സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഇന്നു മുതൽ നിലവിൽ വരാൻ പോവുകയാണ്. 5 സംസ്ഥാനങ്ങളിലും കേന്ദ്രസേന വിന്യാസമൊക്കെ തന്നെ തുടരുകയാണ്. കേരളത്തിലൊക്കെ തന്നെ എനിക്ക് തോന്നുന്നത് കേന്ദ്രസേന അംഗങ്ങളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലും അസമിലും തമിഴ്നാട്ടിലുമൊക്കെ തന്നെ കേന്ദ്രസേന വിന്യാസം ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്രസേന വിന്യാസം സംബന്ധിച്ചുള്ള ചർച്ചകൾ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കിയിരുന്നു. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളൊക്കെ ആ സംസ്ഥാനങ്ങളിൽ എത്തുകയും അവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം ദില്ലിയിൽ തിരിച്ചെത്തിയ ശേഷം ഫുൾ കമ്മീഷൻ യോഗം കഴിഞ്ഞ വെള്ളിയാഴ്ച ചേർന്നിരുന്നു. ഇന്നിപ്പോൾ അല്പസമയത്തിനകം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു അന്തിമ യോഗം കൂടി ദില്ലിയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് ചേരുന്നുണ്ട്. അതിനുശേഷം ഇതിന്റെ ഷെഡ്യൂൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഏതായാലും 4 മണിക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. 4 മണിക്കാണ് വാർത്താ സമ്മേളനം. ആ 4 മണിക്ക് വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതോടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരികയാണ്. അതിനുശേഷം ഏതായാലും വലിയ പ്രഖ്യാപനങ്ങളൊന്നും നടത്താൻ സാധിക്കുകയില്ല. നമുക്കറിയാം കഴിഞ്ഞ ഒരാഴ്ച ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങളിൽ സജീവമായിരുന്നു. 11-ാം തീയതി കേരളത്തിലെത്തി. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ അസമിലായിരുന്നു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നത്. അവിടെ നിരവധി പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രി നടത്തിയിരുന്നു. അതിനു മുൻപ് പശ്ചിമ ബംഗാളിലും സമാനമായ രീതിയിൽ മോദി എത്തുകയും നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതായാലും പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങളിലെ സന്ദർശനങ്ങൾ പൂർത്തിയായി. അതിന് തൊട്ടു പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഒരു നീക്കത്തിലേക്ക് പോകുന്നത്. ഏതായാലും നേരത്തെ തന്നെ സൂചനയുണ്ടായിരുന്നു ഒരുപക്ഷെ 14-ാം തീയതി അല്ലെങ്കിൽ 15-ാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്നത്. ഏതായാലും ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിലെ SIR നടപടികൾ നീണ്ടുപോയൊരു സാഹചര്യത്തിലാണ് ഒരുപക്ഷെ അത് നാളത്തേക്ക് മാറാം എന്നൊക്കെയുള്ള സൂചന ഇന്നലെ വന്നത്. പക്ഷേ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് ഇന്ന് തന്നെ പ്രഖ്യാപിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. വൈകിട്ട് 4 മണിക്കാണ് വാർത്താ സമ്മേളനം നടക്കുന്നത്. 4 മണിക്ക് വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതോടെ ഈ 5 സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരികയാണ്. താങ്ക് യു പി. സുനിൽ, ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മലയാളക്കരെ കേരളം അറിയിക്കുന്നു, നമ്മുടെ തിരഞ്ഞെടുപ്പ് തീയതി ഇന്ന് 4 മണിക്ക് അറിയാം. നമ്മുടെ മാത്രമല്ല കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, ആസാം, പിന്നെ പുതുച്ചേരി 5 സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള തീയതി ഇന്ന് 4 മണിക്ക് പ്രേക്ഷകർക്കറിയാം.